ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ സഖി കെട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി രഞ്ജുവിന്റെ രോഗവിവരം അവിടെ പറയാം. ഇതൊക്കെ കേട്ട് ഗീതുവും രേഖയും ആകെ തകർന്നു പോയി. പക്ഷെ അമ്മയും മോനും ഇങ്ങനെ മൂക്കും തിരുമ്മി അവിടെ അങ്ങനെ നിൽക്കുവാണ്. അവൾക്ക് ഇത് വന്നാൽ പോരാ എന്നുള്ളൊരു രീതിയിൽ. അങ്ങനത്തെ നമ്മുടെ ഗോവിന്ദൻ രഞ്ജുവിന്റെ ആ ഒരു മാരകമായ രോഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണു. അതിന് വേണ്ടിയിട്ട് ഗീതുവിനോടും അതുപോലെ മറ്റുള്ളവരോടും ഒക്കെ കാണിക്കുന്നതും അവരെല്ലാവരെയും മാറ്റി നിർത്തി നമ്മുടെ രഞ്ജുവിനോട് സ്നേഹം കാണിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറയണു. അപ്പൊ ഈ രോഗം എന്താണെന്നുള്ള കാര്യം ഇതുവരെ രഞ്ജുവിന് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് രഞ്ജുവിനെ ഈ രോഗവിവരം അറിയിക്കുന്നില്ല അല്ലെങ്കിൽ അറിയിച്ചില്ല എന്ന് അവിടെ അമ്മയും മോനും ചോദിച്ചു. അപ്പോൾ അങ്ങനെ പേഷ്യന്റ് ഈ രോഗം അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നും പേഷ്യന്റ് ഈ രോഗം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം ബോഡിയെ ബാധിക്കും, പിന്നെ അവളുടെ മരണം അത് എളുപ്പമാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പിന്നെ അവള് ഇത്രയും നാളായിട്ടും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലേക്ക് കയറ്റും. അങ്ങനെ കയറ്റുന്ന സമയത്ത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അനീമിക്ക ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കുടുംബമായൊക്കെ ജീവിക്കാൻ എന്തോ ഒരു ആഗ്രഹം കാണും എന്ന് ചോദിക്കുകയാണ് രേഖ. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ സ്വീകരിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരണ്ടേ എന്ന് ചോദിക്കുന്നു. ആ നേരം അവിടെ നിന്ന് ഗോവിന്ദൻ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ആ സമയത്ത് ഗീതുവിനോടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഗീതു പറഞ്ഞു, തെറ്റിദ്ധരിച്ചതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മാത്രം പിഴയാണെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല, നീ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അന്ന് ആ ഹോട്ടലിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ച് ആ ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, അതായത് രഞ്ജുവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗോവിന്ദ് ചെന്നിരിക്കുന്നു. അങ്ങനെ ചെന്നിരിക്കുന്ന സമയം വേഗം നമ്മുടെ രഞ്ജുവിന് തലയ്ക്കകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പൊ എന്താണെന്ന് ഗോവിന്ദ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങനെ തലയ്ക്കകത്തുനിന്ന് എന്തോ പെരുപ്പ് പോലെ വന്നു. വായിൽ നിന്ന് ബ്ലഡ് എടുക്കുക. അപ്പൊ ബ്ലഡ് എടുത്ത സമയത്ത് ഗോവിന്ദൻ ഇത് കണ്ട് ഞെട്ടി. വേഗം ഒരു ടിഷ്യൂ എടുത്ത് ആ ബ്ലഡ് തുടയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെ ഗീതു അപ്പുറം മാറിയിരുന്ന അവളുടെ ചുണ്ടിൽ ഇരുന്ന് തുടച്ചു കൊടുത്തൊക്കെ ആയിട്ടാണല്ലോ കാണുകയൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഗീതു ആകെ കലി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ. ഈ സമയം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഗോവിന്ദൻ രഞ്ജുവിനോട് പറയുമ്പോൾ പോവണ്ട, ഹോസ്പിറ്റലിൽ പോവണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് ടീത്ത് പ്രോബ്ലം ആണ്, ഇടയ്ക്ക് ഇങ്ങനെ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്നും പറഞ്ഞു ഗോവിന്ദൻ രഞ്ജുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു ആ സിറ്റുവേഷൻ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഗീതു ഒക്കെ തല മറിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഗീതുവിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് രഞ്ജുവിനെയും കൂട്ടി പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ ചെന്നതും അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞതും അതിനൊക്കെ ആ ഒരു ഇതെല്ലാം പറയാം. അതിനുശേഷം ഗീതുവിനോട് ക്ഷമ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണേട്ടനെ മനസ്സിലാകുന്നുണ്ടെന്നും എൻ്റെ തെറ്റിദ്ധാരണയൊന്നും സാരില്ല എന്ന് ഗീതു അന്നേരം പറഞ്ഞു. അന്നും അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കാണിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കൂടുതൽ കെയർ കിട്ടേണ്ട ഒരു അവസ്ഥയാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗോവിന്ദ് പറയാം. അത് കേട്ട് ഗീതു ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കോട്ടെ. രേഖയ്ക്കും ആകെ സങ്കടം. എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മയും മോനും നിൽക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഇനി രോഗമാണെന്ന് ഇവൾ അറിയിക്കുക. ഇതായിരിക്കും അമ്മയുടെയും മോളിൻ്റെയും പ്ലാൻ. അതായിരിക്കും രണ്ടും കൂടി ഇരുന്ന് ആലോചിക്കുന്നത്. അവളുടെ ഫാമിലിയുമായി അകൽച്ചയിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. കൂടുതൽ കെയർ കിട്ടാനും നമ്മളൊക്കെ അവളോട് അടുത്ത് ഇടപഴകി അവളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ പരീക്ഷണം പാളിപ്പോയെന്നുള്ള കാര്യം ഗോവിന്ദ് പറയുന്നു. അവളിവിടെ നേരിട്ടത് കടുത്ത മത്സരങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അതൊക്കെ കേട്ട് ഗീതുവിന് ഭയങ്കര വിഷമമായിട്ടോ. ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ മത്സരം മാമ ഇങ്ങ വന്നതുക്കപ്പുറം രഞ്ജു പാപ്പ ഫുൾ ജോളി ആയിട്ട് തന്നെ ഇരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു കാഞ്ചന. എന്ത് ജോളി? വന്ന അവസരത്തിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ? ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവളും നിർബന്ധിച്ച് ഞാൻ പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും കല്ലുകടി ആയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ ഇങ്ങനെ പറയാം. അതൊക്കെ കേട്ട് ഗീതുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേ ഇരിക്കുക. രേഖ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അമ്മയും മോനും ആണെങ്കിലോ പിന്നെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല. ഇന്ന് വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അതിനു മുൻപ് എൻ്റെ ജീവൻ ഈ ലോകത്ത് നിന്ന് വിട്ടു പോയിരിക്കും എന്ന് ഗോവിന്ദൻ പറയുന്നു. അപ്പോഴേക്കും കണ്ണാ എന്ന് പറഞ്ഞ രാധിക ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. ഗീതു ഇങ്ങനെ അന്താളിപ്പോട് കൂടി നോക്കി നിൽക്കുക കേട്ടോ ആ ഒരു ഇതില്. അപ്പൊ നിങ്ങൾ കരുതിയത് ശരിയാ. ആ ഫംഗ്ഷനിൽ ഞാൻ പാടിയത് അവൾക്ക് വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ പാടിയത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഗീതു അടക്കം എല്ലാവരും നൃത്തം ചെയ്തതും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഗോവിന്ദൻ ഇങ്ങനെ എന്നിട്ട് ഗീതുവിനോട് പറയുന്നു. അതൊക്കെ കേട്ട് ഗീതു വിഷമിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ.
അപ്പോൾ ഗോവിന്ദൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം അന്ന് നടന്ന സംഭവങ്ങളും വിശദീകരിക്കുക. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ മൂക്കിൽ നിന്നും വയലിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നതും പിന്നെ ശ്വാസം പൊട്ടിയതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പോയതും ആ ഒരു സിറ്റുവേഷൻ എല്ലാം നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഓർക്കുക. അതിനുശേഷം മൂക്കിൽ നിന്നും വയലിൽ നിന്നൊക്കെ ബ്ലഡ് വന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരുന്നപ്പോൾ രഞ്ജു ചോദിച്ചു, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് ഗോവിന്ദേട്ടാ, എനിക്ക് എന്തോ കാര്യമായ അസുഖമുണ്ട്, അനീമിക്ക ആയതുകൊണ്ടാ ഇടയ്ക്കിടെ മോണയിൽ നിന്നും ബ്ലഡ് വരുന്നതെന്നും തല ചുറ്റുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു. സത്യം പറ ഡോക്ടർ എന്താ പറഞ്ഞേ, എനിക്ക് എന്താ അസുഖം? അപ്പൊ നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാനത് മറുപടി പറയാനാണെന്ന് ചോദിച്ചു ഗോവിന്ദൻ. എന്റെ രോഗം സീരിയസ് ആണോ എന്നൊക്കെ രഞ്ജു ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ലെന്നുള്ള രീതിയിൽ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു. എനിക്കെന്നെ പേടിയാകുന്നു, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ച് കരയാം. അപ്പൊ 2 മണിക്കൂർ ഞാനിങ്ങനെ നിന്ന് എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയ, പറ എന്നോട് പറ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവർക്ക് മുന്നിൽ കുഴഞ്ഞു വീഴാറായത്, എനിക്ക് അസുഖം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ അങ്ങനെ വീഴാറായതെന്നൊക്കെ ചോദിച്ചു. വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെയാ തോറ്റുപോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് നമ്മുടെ രഞ്ജു. അപ്പോഴേക്കും ഗോവിന്ദന്റെ ഉത്തരം മുട്ടി ഗോവിന്ദൻ നിന്ന് വേർക്കുവാണ്, അങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയാതെ. അങ്ങനെ അതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുവാണ് നമ്മുടെ ഗീതു. അപ്പൊ അന്ന് അവൾക്ക് ആ ഒരു ഉത്തരം കൊടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പറയുള്ളൂ നമ്മുടെ ഗോവിന്ദൻ. കള്ളം പറയുമ്പോ എന്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് എന്നോട് ഒരു വാക്ക് കണ്ണേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ രഞ്ജുവിന്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗീതു. ആരും ആർക്ക് മുന്നിലും തോറ്റു കൊടുക്കൊന്നും വേണ്ട, അവളെ വെട്ടി വീഴ്ത്താൻ ശ്രമിക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. രാധിക അന്നേരത്തേക്ക് പറഞ്ഞു ഭയങ്കര വിഷമഭാവമൊക്കെ പ്രകടിപ്പിച്ച് അവിടെ എങ്ങനെ നിൽക്കുക. അപ്പൊ രേഖയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടമാട്ടോ. അനുവാദം ചോദിക്കാതെ നമുക്കിടയിലേക്ക് വന്നവളാണ് അവൾ. യാത്ര പോലും ചോദിക്കാതെ അവൾ പൊക്കോളൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഗീതു എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഒന്ന് വല്ലാതെയായി. വല്ലാതെ എന്ന് പറഞ്ഞാൽ ശരിക്കും വല്ലാതെയായി. തളർന്നു കിടക്കുന്ന ഒരാളെ ചവിട്ടരുത് എന്നുള്ള കാര്യം. അപ്പൊ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒട്ടും വേദന അറിയാതെ ഒരുറക്കത്തിൽ അവള് പോണേ എന്ന് മാത്ര, ഈശ്വരൻ വന്ന് അവളെ കൊണ്ടുപോണേ എന്ന് മാത്രമാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അമ്മയും മോനും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിന് നിങ്ങളെല്ലാവരും അവളെ അനുവദിക്കണം, അവളെ നിങ്ങളെല്ലാവരും സ്നേഹിക്കണം, ഇതെന്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ അവരുടെ മുന്നിൽ കൈ കൂപ്പി യാചിക്കുന്നു അവൾക്ക് വേണ്ടി. അപ്പോൾ അവളുടെ ഒരു അവസ്ഥ ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്നും പറയുകയാണ് ഗീതു. കണ്ണേട്ടന് മുന്നില് ഞങ്ങളാ തെറ്റുകാര്, ഞങ്ങളാണ് കണ്ണേട്ടന് മുന്നിൽ കൈ കൂപ്പേണ്ടതെന്ന് ഗീതു പറഞ്ഞ് തൊഴുതു കാണിക്കുകയാണ് കണ്ണേട്ടനെ ഗീതു. അവളെ റൂമിൽ പൂട്ടിയിട്ടത് ആരായിരുന്നാലും അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക കണ്ണേട്ടനോടെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗീതു ആ ഒരു ഇതൊക്കെ പറയുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു കരുനിഴൽ വീഴാതിരിക്കട്ടെ എന്നൊക്കെ പറയും. തിരിച്ചു വരുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനായിരിക്കും, എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചോളാമെന്ന് നമ്മുടെ രേഖ ഗോവിന്ദനോട് പറയുന്നു. ഗോവിന്ദൻ അതൊക്കെ കേട്ട് സങ്കടം അടക്കാൻ മേലാ നിൽക്കാം. ഇത്രയും പ്രശ്നമാണെന്ന് ഞങ്ങളും അറിഞ്ഞിരുന്നില്ല. കാഞ്ചന പറഞ്ഞത് അവൾക്ക് ഇരുട്ടിനെ ഭയമാണെന്ന് മാത്രമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഈ രാധിക പറഞ്ഞു. ഇരുട്ടും വാതിലടയ്ക്കുന്നതൊക്കെ അവൾക്ക് ഭയമാണ്, പക്ഷെ അത് അമ്മ പറഞ്ഞതുപോലെ നിക്കോഭൂമിയോ അതുകൊണ്ടല്ല. തല കറങ്ങിയോ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ബ്ലഡൊക്കെ വന്ന് ബോധം നഷ്ടപ്പെട്ട റൂമിൽ കിടന്നു പോയാൽ ആരും അറിയില്ല എന്നുള്ളൊരു പേടി കൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ അന്നേരം പറയാം. അപ്പോഴേക്കും രാധിക ഇങ്ങനെ ഭയങ്കര ഒരു വിഷമം പോലെ കാണിക്കുന്നു. മറ്റേ അനിയന് പിന്നെ യാതൊരു പ്രശ്നമില്ല, അതൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് രഞ്ജു വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ഗീതു അന്നേരം പറഞ്ഞു. അതെ, ആ ഇച്ഛാശക്തി കൊണ്ട് ഈ പ്രശ്നത്തെ മറികടന്നും രഞ്ജു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രാധിക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇറങ്ങിയാൽ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. വന്നാൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിലേ ഉണ്ടാകാവൂ. അവളോട് ഒരു അക്ഷരം പോലും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കലും പറയില്ല കണ്ണേട്ട, പറയാൻ ഞാൻ ആരെയും അനുവദിക്കുകയും ഇല്ല എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ചങ്ങ് പറഞ്ഞു. അതൊക്കെ കേട്ട് ഇങ്ങനെ രാധിക പിന്നെയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. പറയുന്നത് ആരായാലും പിന്നെ അവരുടെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കുമെന്ന് പറഞ്ഞു. കാഞ്ചനയെ നോക്കിയാ പറയുന്നത്. അപ്പൊ മാമനെന്തിനാ ഇതൊക്കെ എന്നെ നോക്കി പറയുന്നത്? ഞാനിതൊന്നും ആ കൊച്ചിനോട് പറയാൻ പോണില്ല എന്നൊക്കെ പറയുന്ന കാഞ്ചനയുടെ മുഖത്തൊരു നോട്ടവും നോക്കി നമ്മുടെ ഗോവിന്ദ് അവിടുന്ന് നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാഞ്ചന അവിടെ നിന്ന് പൊട്ടത്തരങ്ങൾ ഓരോന്ന് വിളിച്ചു പറയാം. പൊട്ടത്തരം വിളിച്ചു പറയാതെ വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കാഞ്ചനയെ രേഖ. ഈ സമയം ഗീതുവും ഗോവിന്ദിന്റെ അരികിലേക്ക് പോയി.
ഈ സമയം അവളുടെ അസുഖത്തെ പറ്റി പറയുമ്പോൾ കണ്ണന്റെ ഇമോഷൻ നീ ശ്രദ്ധിച്ചോന്ന് രാധിക മോനോട് ചോദിക്കാം. അവൻ ഗോവിന്ദേട്ടന്റെ വെറുമൊരു ഫ്രണ്ട് മാത്രമല്ല, അതുക്കും മേലെയാണെന്ന് വരുണും അമ്മയും കൂടി അവിടെ നിന്ന് പറയുന്നു. കൂട്ടുകെട്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കാവുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ മോനും ഇങ്ങനെ ആലോചിക്കും, അതെന്താ അങ്ങനെ, എന്തിനാ അങ്ങനെ ആ ഒരിത്. അപ്പൊ ഗീതു ഇങ്ങനെ നേരെ മനസ്സു മരവിച്ച് ആ ഒരിതില് ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആ അമ്മയോട് എനിക്ക് ക്ഷമ ചോദിക്കണമെന്നൊക്കെ ഗീതു പറഞ്ഞ് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഗോവിന്ദൻ ഇങ്ങനെ റൂമിൽ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പൊ ഗീതു മുറിയിലേക്ക് ചെന്ന് എനിക്ക് കണ്ണേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.